ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വീഡിയോ ആണിത്. വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാ കറികൾക്കും ഇപ്പോൾ ഉപയോഗിക്കുന്ന മല്ലിയാണിത്, മല്ലിയില. അപ്പം ഇതിനു മുൻപ് 1-2 വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പം നിങ്ങൾക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വളർത്തുന്നത്, എന്തൊക്കെയാണ് വളം ഇതിനകത്ത് ഇടേണ്ടത്, ഏത് വിത്താണ് എടുക്കേണ്ടതെന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേയൊക്കെ ആൻസർ ഞാനും ടീനയും കൂടിയും ഒരു ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് നിൽക്കണണ്ടപ്പം ഒരെണ്ണം കൂടിയും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നോക്കിയ ചേച്ചിയുടെ മല്ലിയില ഇത്ര ഭംഗിയായിട്ട് എല്ലാ വിത്തുകളും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർന്നു. ഇതൊരെണ്ണം. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് നട്ടതാണ്. ഇത് ചെറിയ ചട്ടിയിലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യൂ കേട്ടോ. ഇത് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പം 2 ടൈപ്പിൽ ചെയ്യാം. വേണമെങ്കിൽ ഇതിൻ്റെ വിത്ത് വാങ്ങിക്കാം. ഞാൻ വിത്തല്ല വാങ്ങിച്ചിരിക്കുന്നത്. ഞാനിത് ശരിക്കും പറഞ്ഞത് പാലാട്ടിൻ്റെ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന മല്ലിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിനൊക്കെ നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന മല്ലി, മുഴുവൻ മല്ലി. അത് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു കൂട്ടിലാക്കാം. ഈസി മെത്തേഡാട്ടോ ഞാൻ പറയുന്നത്. ഒരു വാളിനെടുക്കണേ, ഒരു ചട്ടിയിലേക്ക് ആവശ്യമുള്ളത്. എന്നിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾ ഈ ചപ്പാത്തി പലകയില്ലേ അതിൻ്റെ മീതെ വെച്ചിട്ട് ഇതൊന്ന് ഈ ഒരു മല്ലിയിൽ 2 വിത്തുണ്ട്, അത് നമ്മൾ 2 ആക്കണം. അപ്പോൾ ഒന്ന് പതുക്കെ ജെൻറ്റിൽ ചെയ്താൽ മതിയേ, ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട. നമുക്ക് സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇത് 2 ആവും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയാലും 2 ആവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ 2 ആവുന്ന ഒരു പാകത്തിന് ചെയ്യുക. ഒരുപാട് സ്ട്രോങ് ചെയ്യണ്ട. ഇപ്പം തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഓൾമോസ്റ്റ് 2 ആയിട്ടുണ്ട്. ഇനി ഇത് 2 ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇത് മുളയ്ക്കാനായിട്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അതായത് 2 ആയിട്ടുണ്ട്. ഒരു മല്ലി തന്നെ 2 ആയിട്ടുണ്ട് ഇതിനകത്ത്, കണ്ടോ. ഇനി നമ്മുടെ സാധാരണ വെള്ളത്തിലിടുക. ഇത് മല്ലിക്ക് കനം കുറവായതുകൊണ്ട് ഇത് പൊങ്ങി കിടക്കുവേ. അപ്പം ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയുന്നത് തിരുമ്മി കൊടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് സോക്കായിക്കോളും. ഇത് ഒരു 24 hours അവിടെ ഇരിക്കട്ടെ. നാളെ ഈ സമയം വരെ അവിടെ ഇരിക്കട്ടെ. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കേട്ടോ. അപ്പം ഞാനിത് ഇന്നലെ ഇട്ട് വെച്ചതാണിത്. ഇന്നലെ ഇട്ട് വെച്ചത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം ആദ്യം. ഞാനൊരു സാധാരണ നമ്മുടെ ഒരു പാത്രത്തിൽ അരിപ്പയുണ്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാ വിത്തും ഡ്രെയിൻ ചെയ്തു. ഈ വെള്ളം ഞാൻ ഇതിനകത്ത് തന്നെ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കുവേ. ഞാൻ കളയാറില്ല ഈ വെള്ളം. ആ വെള്ളം മാറ്റി വെച്ചിട്ട് അപ്പോൾ ഈ വിത്താണ് നമ്മളിപ്പം മണ്ണിലേക്ക് നടാൻ പോകുന്നത്. ചിലരിത് കുറച്ചും കൂടിയും ഒരു 24 hours കൂടി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്ത് മുള വരും. ഞാൻ അങ്ങനെ വെക്കാറില്ല. ഞാൻ അപ്പം തന്നെ പാവാറാണ് പതിവ്. ഈ മണ്ണിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചു, ഇതിനകത്ത് എന്തൊക്കെ വളമാണ് ചേർക്കുന്നതെന്ന്. ഇത് നമ്മുടെ സാധാരണ മണ്ണും പിന്നെ ഞാനിവിടെ കമ്പോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾ കണ്ടു കാണും എൻ്റെ വീഡിയോസ്. കമ്പോസ്റ്റ് കുറച്ചായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ആ കമ്പോസ്റ്റും സാധാരണ മണ്ണും കൂടി മിക്സ് ചെയ്താണിത്. വേറെ ഒന്നും ചേർത്തിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. ചെറിയ ചട്ടികൾ മതി ഇതിന്, കാരണം ഇതിൻ്റെ വേരൊന്നും ഒരുപാട് താഴോട്ട് പോകുന്നില്ലല്ലോ. എന്നിട്ട് സാധാരണ നമ്മൾ നടുന്നത് പോലെ തന്നെ ഈ ഒന്നും ഒറ്റയായിട്ടല്ല നടേണ്ടത്. ഒന്നുകിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വാരം എടുത്തിട്ട് അതിനകത്തേക്ക് നടാം. ഞാനിപ്പോൾ ഇതിങ്ങനെ നടാറ്. ഇതിങ്ങനെ അതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിങ്ങനെ എപ്പോഴും കൂട്ടായിട്ടിടുള്ളൂ. അപ്പോഴിങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമുക്കൊരു 3-4 കറിക്കുള്ളത് ഉണ്ടാവും. എന്നിട്ട് ഇതൊന്ന് ശരിയാക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് കൂട്ടം കൂടി കിടക്കാതെ എല്ലാം ഒന്ന് നിരപ്പായി കിടക്കുന്ന രീതിയിൽ കിടക്കുക. ഇങ്ങനെ കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് ഇടാറ്. ഇതുപോലെ എല്ലാം ഒന്ന് സമനിരപ്പായ രീതിയിൽ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഈ മല്ലിയുടെ ഇത് മൂടത്തക്ക രീതിയിൽ കുറച്ച് മണ്ണിടുക. എന്നിട്ട് ഒരുപാട് ഇടണ്ട, അതൊന്ന് മൂടിയാൽ മതി. അതൊന്ന് മല്ലിയുടെ
നമ്മളിട്ടിരിക്കുന്ന വിത്തുകൾ ഒന്ന് മൂടി കിട്ടിയാൽ മതി. ഉണ്ടോ? അപ്പം എല്ലാം മൂടി നമുക്കൊന്നും കാണാൻ വയ്യാത്ത രൂപത്തിലായിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മളിപ്പോൾ ഇത് പാവി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇപ്പം തന്നെ ഞാൻ ഇതിൻ്റെ മീതെ കുറച്ച് വെള്ളം തെളിക്കും. ഞാനിപ്പോൾ ആ വെള്ളം തന്നെ തെളിച്ചത് മല്ലിയിട്ട് വെച്ച വെള്ളമില്ലേ, അങ്ങനെ തെളിച്ചു. എല്ലായിടത്തും ഒന്ന് എത്തത്തക്ക രീതിയിൽ ഒന്ന് തെളിച്ചു കൊടുത്തു. നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ വിത്തിന് ജലാംശം ഉണ്ടല്ലോ. അപ്പം ഇത് നമ്മൾ നട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ പാവി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ എവിടെ കൊണ്ട് വെക്കേണ്ടതെന്നാണ് അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ UK ലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്ര നാൾ വരെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിലത്തേക്ക് അങ്ങ് ഇറക്കി വെക്കില്ല. എന്തെങ്കിലും ഇതിപ്പോൾ ഒരു ചാർത്ത് പോലെയുള്ളതാ, ഒരു ഷെഡ് പോലെ. അപ്പോൾ അതിൻ്റെ കീഴെ നിന്നിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്. ഒന്നുകിലും നാട്ടിൽ ഒരുപാട് മഴയുള്ള സ്ഥലത്ത് വെക്കരുത്. കാരണം മഴ കുത്തി വരുമ്പം ഇത് മുളച്ച് വരുമ്പോൾ ഇതെല്ലാം ചാഞ്ഞു പോകും. അപ്പം ഒരുപാട് മഴയും ഒരുപാട് വെയിലും ഇല്ലാത്ത സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. എന്തെങ്കിലും ഒരു ചോലയുടെ അടിയിലൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ തന്നെ വെക്കാൻ പോകുന്നത്. ഞാനിവിടെ ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്നുണ്ട്, വെയിൽ കിട്ടുന്നുണ്ട്. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് വരില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെക്കാൻ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ചോലയുടെ അടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി വെള്ളം തെളിക്കണത്, ഞാൻ എന്നും ഈ ഒരു ചെറിയ ഗാർഡനിലേക്ക് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഒന്ന് വരും. 2 പ്രാവശ്യം വരും ഒരു ദിവസത്തിൽ. ഡ്യൂട്ടി ആണെങ്കിലും നൈറ്റാണ് ഞാൻ ചെയ്യുന്നത്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്ന് സന്ദർശിക്കും, എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോകാറുള്ളൂ. അപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ ഇതൊന്ന് തൊട്ട് നോക്കും, ഇതിനകത്ത് ജലാംശം ഉണ്ടോ എന്ന്. ജലാംശം ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ തെളിച്ച പോലെ തന്നെ വെള്ളം തെളിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. 2 പ്രാവശ്യം ഞാൻ നോക്കും. ചില ദിവസങ്ങളിൽ 1 പ്രാവശ്യം ഒഴിക്കേണ്ടി വരാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇതിങ്ങനെ വളർന്നു വരുന്നൊരു ഇതാണല്ലോ ഇത്. അപ്പം നമ്മൾ സാധാരണ പച്ചക്കറികൾക്കൊക്കെ നമ്മളിങ്ങനെ തെളിച്ചു കൊടുക്കാറില്ലേ പതിവ് വെള്ളം. ഇത് തെളിച്ചു കൊടുത്താൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ ഇതെല്ലാം ഇങ്ങനെ ചാഞ്ഞു പോകും. കാരണം ഇതിൻ്റെ ഈ തണ്ടെന്ന് പറയുന്നത് ഭയങ്കര ഡെലിക്കേറ്റാണിത്. ഇത് കണ്ടോ, ഇത് വെള്ളം ഒഴിച്ചത് ഇങ്ങനെ അങ്ങ് ചാഞ്ഞു പോകും. അപ്പം അത് കാരണം ഞാൻ ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിലോ ഒക്കെ വെള്ളം എടുത്തിട്ട് ഈ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കും. സൈഡിൽ കൂടെ ഇതിങ്ങനെ പതുക്കെ വകഞ്ഞ് മാറ്റിയിട്ട്, അല്ലെങ്കിൽ നടുക്കൊഴിക്കണമെങ്കിൽ ഇതിങ്ങനെ പതുക്കെ ഇതിങ്ങനെ വകഞ്ഞ് മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പം ഈ വളർന്നു വരുന്നതിനൊന്നും ഒരു കുഴപ്പവും പറ്റില്ല. പിന്നെ വേറെ യാതൊരു വളവും ഇതിന് ഇടാറില്ല കേട്ടോ. ഇപ്പം ഞാൻ ആ ഇട്ട മണ്ണിൻ്റെ ഇതില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് മുളച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലെടുക്കും ഇതിനകത്ത് മുള കാണണമെന്നുണ്ടെങ്കിൽ. നമ്മൾ എല്ലാ ദിവസവും ആദ്യത്തെ ദിവസങ്ങളിൽ പോയി പച്ചക്കറികളൊക്കെ നടുന്ന പോലെ നോക്കിയാൽ മുള വരില്ല. ഒരാഴ്ചയിൽ മീതെ എടുക്കും മുള വരാനായിട്ട്. പിന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 വീക്സിൽ കൂടുതലായേക്കണതാണത്. ഒരു 20 days ഒക്കെ ആയിക്കാണും ഇത്. അപ്പോൾ ഇനി നമുക്ക് പറക്കണമെങ്കിൽ ഇനിയും കഴിയണം, ഒരു 5-6 ദിവസം ഇനിയും കഴിയണം. അപ്പോൾ ഇതിന് കറക്റ്റ് ഒരു ദിവസം പറയാൻ പറ്റില്ല. എല്ലാം കൂടിയും ഒരു 3 to 4 weeks എടുക്കും നമുക്കിതിൽ നിന്ന് മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ മിക്കപ്പോഴും ആ ചട്ടി ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് എടുക്കാമല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇത് അപ്പോഴത്തേക്കും പാകാവും. അപ്പം ഞാനിപ്പോൾ ഒരെണ്ണം നട്ടു, ഇനിയിപ്പോൾ നാളെ വേറൊരെണ്ണം നടും. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് മല്ലിയില വാങ്ങിക്കൽ കുറവാണ്. ഇതിൽ നിന്ന് തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കാറുള്ളൂ. കുറച്ച് മതിയല്ലോ നമുക്ക്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. ഞങ്ങൾ കുറേ ആൻസറൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? കാരണം ഇപ്പം നമ്മൾ കറിവേപ്പില പോലെ തന്നെ മല്ലിയില എല്ലാത്തിലും ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചിക്കൻ കറികളും ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ മല്ലിയില ഇടാറുണ്ട്. അപ്പോൾ അതേ വേണ്ട, ഇതൊക്കെ കുറച്ച് ആ മല്ലിയിലയുടെ രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇഷ്ടമായല്ലേ? എനിക്കിത് കാണുമ്പോൾ തന്നെ ഇത് നമ്മൾ കറിയിലിടുന്നതിനേക്കാളും ഇഷ്ടം എനിക്കിതിങ്ങനെ കാണുന്നതാണ്. എല്ലാ ദിവസവും വന്ന് ഇതിനോട് വർത്താനം പറയാനും ഇതിനെ സ്നേഹിക്കാനും ഇതിനൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെയും മല്ലിയില. ഇഷ്ടമായോ? നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, പ്ലീസ്.